ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ഇളനീർ പായസമായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അട്ടിപ്പൊളി പായസമാണേ, കണ്ടു നോക്കണേ. അപ്പോൾ ഇളനീർ പായസത്തിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ തേങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുകയാണ്. ഇനി അതൊന്ന് മിക്സിയിലിട്ട് അടിച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം. ഇനി അടുത്തത് കരിക്ക് എടുക്കുകയാണ്. കരിക്ക് എടുക്കുന്നേക്കാളും മുന്നേ കരിക്കിൻ്റെ വെള്ളം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ ഒരു 3 കരിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ആ 3 കരിക്കിൻ്റെ വെള്ളം മാറ്റി വയ്ക്കാൻ എന്തിനാണെന്ന് വെച്ചാൽ തേങ്ങ അടിക്കുന്ന സമയത്ത് നമ്മൾ ഈ കരിക്കും വെള്ളം ഉപയോഗിച്ചാണ് അടിക്കുന്നത്. നമ്മൾ വെള്ളമൊന്നും യൂസ് ചെയ്തിട്ടല്ല കേട്ടോ അടിക്കുന്നത്. അപ്പോൾ ഇതിൽ എല്ലാം കരിക്കിൻ്റെ ഇത് ഫ്ലേവർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കരിക്കും വെള്ളം യൂസ് ചെയ്തിട്ട് അടിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൽ ആ 3 കരിക്കിൻ്റെയും കാമ്പ് എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ഇതിലേക്ക് എടുക്കുന്നത് പനം ശർക്കരയാണ്. അപ്പോൾ പനം ശർക്കര 100 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇനി ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ഉരുക്കിയെടുക്കണം. ഇനി കരിക്ക് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഫേമായിട്ടുള്ള പീസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ബാക്കി നമുക്ക് മാറ്റി വെച്ചിരുന്ന കരിക്കുണ്ടല്ലോ, അത് വെറുതെ തേങ്ങ വെള്ളമൊന്നും യൂസ് ചെയ്യണ്ട കേട്ടോ, വെറുതെ അരച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് അരഞ്ഞു വരും ഇതേപോലെ. അത് ഇതേപോലെ ഒരു പാത്രത്തിലേക്കാക്കി മാറ്റി വയ്ക്കുക. ഇനി അടുത്തതായിട്ട് കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിരുന്ന തേങ്ങയിലേക്ക് നമുക്ക് 2 കപ്പ് ഇളനീരിൻ്റെ വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായി അടിച്ച് പിഴിഞ്ഞ് എടുക്കണം. അപ്പോൾ തേങ്ങ ഇവിടെ നന്നായി അടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വൃത്തിയുള്ള തുണിയിലോ അല്ലാന്നുണ്ടെങ്കിൽ അരിപ്പ യൂസ് ചെയ്തിട്ടോ നമുക്ക് ആ കോക്കനട്ട് മിൽക്ക് കംപ്ലീറ്റ് ആയിട്ടും എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ചൂടുകൊള്ളിയുള്ള ഒരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഇത് അലങ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കിസ്മസ് അണ്ടിപ്പരിപ്പോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വറുത്തെടുക്കാം. അപ്പം ഞാനിവിടെ കരിക്കും കൊത്തും അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനതൊന്ന് വറുത്തെടുക്കുകയാണ്. ഇനി നമുക്ക് മിക്സ് ചെയ്യാനുള്ള പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് ഗ്യാസ് സ്റ്റവ് ഒന്നും ആവശ്യമില്ല. നമ്മളൊരു പാത്രം എടുത്ത് വയ്ക്കുക, അതിലേക്ക് കുറച്ച് സാധനങ്ങൾ എടുത്ത് വയ്ക്കുക. മിൽക്ക് മെയ്ഡ് എടുത്ത് വയ്ക്കുക, അതുപോലെ തന്നെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, പിന്നെ ഒരു 1/4 കപ്പ് ഇൻസ്റ്റൻറ്റ് തേങ്ങാപ്പാൽ എടുത്ത് വയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഇളനീര്,
പിന്നെ പനം ശർക്കര ഉരുക്കി വെച്ചത്. ഇനി ആദ്യം നമുക്ക് മിൽക്ക് മെയ്ഡ് ഒരു 4 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം ഫസ്റ്റ് തന്നെ. ഇനി ഇൻസ്റ്റൻറ്റ് തേങ്ങാപ്പാൽ നമുക്ക് ഇതിലേക്ക് പൊടി വാങ്ങാൻ കിട്ടും. മാഗിയുടെയോ അല്ലെങ്കിൽ KPL പൊടി വാങ്ങാൻ കിട്ടും, കോക്കനട്ട് മിൽക്ക് പൗഡർ. അത് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിലാക്കിയിട്ട് കലക്കിയിട്ട് ആണ് നമ്മൾ ഇതേപോലെ ഇൻസ്റ്റൻറ്റ് തേങ്ങാപ്പാൽ എടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ മിൽക്ക് മെയ്ഡായിട്ട് ആദ്യം ഒന്ന് കലക്കി ഇതേപോലെ മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള കരിക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കട്ടിയുള്ളതല്ല കേട്ടോ. എപ്പോഴും ഇളനീർ പായസം വളരെ ലൂസായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ കരിക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇത് കട്ടിയിലിരിക്കും. അന്ന് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ അത് ശരിയാവുകയും ചെയ്യും കേട്ടോ. ഇനി നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള പനം ശർക്കര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ശർക്കര ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഗ്യാസിലൊന്നും വെച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. പിന്നെ പശുവും പാൽ ചേർത്തിട്ടും അല്ല ഇത് ഉണ്ടാക്കുന്നത്. പശുവും പാൽ ചേർക്കണവരുണ്ട്. പക്ഷേ പശുവും പാൽ ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാനുള്ള റിസ്ക് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ തേങ്ങാപ്പാലും പനം ശർക്കരയൊക്കെ യൂസ് ചെയ്ത് വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കണം കേട്ടോ. ഇനി ലാസ്റ്റാണ് നമ്മൾ തേങ്ങാപ്പാൽ. നേരത്തെ ഒരു വലിയ തേങ്ങ നമ്മൾ 2 കപ്പ് കരിക്കം വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്ത തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. നല്ല ലൂസ് കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. എന്നാലേ ഇത് കുടിക്കുമ്പോൾ ടേസ്റ്റ് ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടമാവും കേട്ടോ. ഇത് നല്ല മധുരവുമാണ്. അതേപോലെ തന്നെ തേങ്ങാപ്പാലിലുണ്ടാക്കുന്നതും അതേപോലെ ഇളനീരിൻ്റെയും ടേസ്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഇനി നമുക്ക് ഇതിൽ ഞാൻ നേരത്തെ അരിഞ്ഞരിഞ്ഞ് വെച്ചിട്ടുള്ള കരിക്ക് ഇട്ട് കൊടുക്കുക. എൻ്റെ കരിക്ക് ഇച്ചിരി കൂടെ മൂത്ത കരിക്കായിരുന്നു. നിങ്ങൾക്കിതിലും ഇളമായിട്ടുള്ള കരിക്ക് കിട്ടുകയാണെങ്കിൽ അത് അടിപൊളിയായിരിക്കും കേട്ടോ. കൂടെ നമുക്ക് നല്ല അണ്ടിപ്പരിപ്പ് വറുത്തതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പായസം നല്ല കിടുവായിരുന്നേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒരു തവണ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക.